ഒരു ദിവസം അവൻ എത്ര കാത്തിരുന്നിട്ടും അവൾ വരുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ സൈക്കിൾ ചവിട്ടി വരികയും അവനോട് എന്താണ് ശോകമായി ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രായമായതിന്റെ സന്തോഷം എന്ന് പറഞ്ഞ് അവൻ കുറച്ച് പൂവെടുത്ത് അവൾക്ക് കൊടുക്കുന്നു. അവൾ നാണം കൊണ്ട് മുഖം കുത്തി മാറി നിൽക്കുന്നു. ഇതെല്ലാം അവൻ ഒരു കലിങ്കിലിരുന്ന് ഓർക്കുന്നതാണ്. അങ്ങനെ അവൻ പഴയ എല്ലാ സ്ഥലങ്ങളിലും പോകുകയും എല്ലാ സ്ഥലങ്ങളും അവനക്ക് പ്രിയപ്പെട്ട ഓർമ്മകൾ നൽകുന്നു. അങ്ങനെ അവൻ തന്റെ പഴയ സ്കൂളിൽ അവിടെയും ഉണ്ട് അവന് സന്തോഷകരമായ കുറെ ഓർമ്മകൾ. കമല നിന്ന് കരയുന്നത് കാണുന്നു. അപ്പോൾ അവൻ അങ്ങോട്ട് ചെന്ന് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അവൾ പറയുകയാണ്, ഞാൻ 3 വിഷയങ്ങൾക്കും തോറ്റിരിക്കുകയാണ്. എന്റെ അച്ഛൻ ഒരിക്കലും എന്റെ പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ട് തരില്ല എന്നും ഞാൻ എങ്ങനെ ഇത് സാറിനെ കാണിക്കും എന്നും ചോദിച്ച് അവൾ കരയുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ ഒപ്പിട്ട് തന്നേക്കാം. എന്റെ അച്ഛന്റെ ഒപ്പ് വരെ എന്റെ പ്രോഗ്രസിൽ ഇടുന്നത് ഞാനാണെന്നും എനിക്ക് നന്നായിട്ട് ഒപ്പിടാൻ അറിയാമെന്നും അവൻ അവളോട് പറയും. അവൾ പേടിയോടുകൂടെ കുറെ വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ അവളുടെ കയ്യിൽ നിന്നും അത് തട്ടിപ്പറിച്ചു വാങ്ങി അതിൽ ഒപ്പിടുന്നുണ്ട്. പിന്നീട് ക്ലാസ്സിൽ സാറ് പ്രോഗ്രസുകൾ നോക്കുന്നതിനിടയിൽ ഇങ്ങനെ പറയുന്നു, ഈ പ്രോഗ്രസിൽ ആരോ ഒരാൾ കള്ളത്തരം ചെയ്തിട്ടുണ്ടെന്നും അത് ഞാൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പായി എന്നോട് പറയുകയാണെങ്കിൽ തല്ലൊഴിവാക്കാമെന്നും പ്രശ്നങ്ങൾ ഉണ്ടാവാതെ പോവാമെന്നും ആ സാർ പറയുന്നു. കമലയ്ക്ക് പേടിയാകുകയും അവൾ എഴുന്നേറ്റ് നിന്ന് എന്റെ അച്ഛന്റെ ഒപ്പ് സെന്തിലാണ് ഇട്ടതെന്നും ഞാൻ കുറെ വേണ്ട എന്ന് പറഞ്ഞിട്ടും സെന്തിൽ ചെയ്തതാണ് എന്നും അവൾ പേടിയോടുകൂടെ സാറിനോട് പറയുന്നു. അങ്ങനെ സെന്തിലിനെ എഴുന്നേൽപ്പിച്ചു നിർത്തി അവനെ കുറെ തല്ലുന്നുണ്ട്. ഈ തല്ലെല്ലാം കൊണ്ട് അവൻ ഒച്ചയെടുക്കുന്നുണ്ടെങ്കിലും അതിന് സൗണ്ട് തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കമലയ്ക്കും കിട്ടുന്നുണ്ട് ഒരടി. അപ്പോൾ അവൻ ഉറക്കെ നിലവിളിക്കുന്നു. ഇത് കണ്ട് സാറ് അവനോട് ചോദിക്കുന്നു, അവിടെ തല്ലുമ്പോൾ നിനക്കാണോ വേദനിക്കുന്നത് എന്ന് പറഞ്ഞ് അവനെ വീണ്ടും അടിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിലെ സ്കൂൾ ഫോട്ടോയ്ക്ക് ഫോഴ്സ് ചെയ്യുന്ന അവൻ കമലയുടെ പിന്നിൽ നിന്നും അവളുടെ മുടിയുടെ മുടിയടക്കം മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിയുകയും എല്ലാവരും പിരിഞ്ഞു പോവാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ കമലയും സെന്തിലും ഓട്ടോഗ്രാഫ് കൈമാറുകയും ഇനി എന്ന് കാണുമെന്ന് കമലയോട് അവൻ ചോദിക്കുകയും ചെയ്യുന്നു. ഈ കോളേജിൽ തന്നെയല്ലേ +1 പഠിക്കാൻ വരിക എന്ന് കമലയോട് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമല പറയുന്നു, ഇനി എന്നെ പഠിക്കാൻ വിടില്ല എന്നും പെൺകുട്ടികൾ ഇത്രയും പഠിച്ചാൽ മതിയെന്നാണ് വീട്ടിലുള്ളവരുടെ ധാരണ എന്നും ഇനി എന്നെ വിവാഹം കഴിച്ച് അഴക്കുകയുള്ളൂ എന്നും അവൾ പറയുന്നു. അപ്പോൾ ഒരുപാട് സങ്കടത്തോടെ അവൻ നിന്ന് കരയുന്നുണ്ട്. അവൾ തിരിഞ്ഞു നോക്കി സങ്കടത്തോടെ പോകും. അപ്പോൾ കൂട്ടുകാരിൽ ഒരാൾ ചോദിക്കുന്നു, തന്റെ മുടിയുടെ ചെണ്ട് എവിടെയെന്നും. അപ്പോൾ അവൾ മുടി ഫ്രണ്ടിലേക്കിട്ട് നോക്കും. മുടിയിൽ കെട്ടിയിരിക്കുന്ന ചെണ്ടും കാണാനില്ല, മുടി പകുതിയും പോയിട്ടുണ്ടായിരുന്നു. അവൾ ഒരു ചെറു പുഞ്ചിരിയോടെ അവനെ തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്നു. അങ്ങനെ അവൻ തന്റെ ആദ്യത്തെ കൂട്ടുകാരന്റെ അടുത്തെത്തുന്നു. അവനോട് ഞാൻ സെന്തിലാണെന്നും എന്റെ കല്യാണം ക്ഷണിക്കാൻ എന്റെ പഴയ കൂട്ടുകാരെയും ടീച്ചേഴ്സിനെയും നാട്ടുകാരെയും ക്ഷണിക്കാൻ വേണ്ടി വന്നതാണെന്നും അവൻ പറയുന്നു. കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് കമലയെ ഓർമ്മയുണ്ടോ എന്ന്. കമല എവിടെയാണെന്ന് നിനക്കറിയാമോ എന്ന് അവൻ കൂട്ടുകാരനോട് ചോദിക്കുന്നു. എനിക്കറിയാം. അപ്പോൾ എനിക്ക് കമലയെയും ക്ഷണിക്കണമെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടാളും കൂടെ കമല താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുന്നു. കമല ശരിക്കും ഒരു വീട്ടമ്മയായി മാറിയിരുന്നു. ഒരു കുഞ്ഞിനെ ഒക്കത്തും വെച്ച് 2 കുഞ്ഞുങ്ങളുടെ കൈയും പിടിച്ച് അവൾ അവരുടെ അടുത്തേക്ക് വരുന്നു. ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് കാണാൻ ഒന്ന് സബ് ചെയ്യാൻ മറന്നേക്കല്ലേ.